അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. സർവശക്തനായ റബ്ബിൻ്റെ അനുഗ്രഹം നമ്മിൽ സദാ വർഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ധാരാളമായി തക്ബീറുകൾ ഉരുവിടുന്ന സവിശേഷമായ ദിനരാത്രങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. തക്ബീർ എന്ന അള്ളാഹുവിൻ്റെ ഔന്നിത്യ പ്രഘോഷണം ഉൾക്കൊള്ളുന്ന അർത്ഥവും ആശയ ഗംഭീരവുമാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം. നമ്മുടെ ഉള്ളിൽ നിന്നുയരുന്ന അള്ളാഹു അക്ബർ എന്ന തക്ബീർ യഥാർത്ഥത്തിൽ മനസ്സറിഞ്ഞുള്ള ഒരു പ്രഖ്യാപനമാണ്. ഒരു വ്യക്തിയുടെ ശരിയായ പ്രകൃതത്തിൻ്റെ ലക്ഷണമാണത്. ഒരിക്കൽ ഒരാൾ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കണ്ട പ്രവാചകർ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് ശുദ്ധമായ പ്രകൃതമാണ് എന്ന്. അള്ളാഹു മഹോന്നതരാണെന്ന് നമ്മുടെ യഥാർത്ഥ പ്രകൃതം തന്നെ വിളിച്ചോതുന്നു. പ്രവാചകരോട് അള്ളാഹുവിൻ്റെ ഔന്നിത്യം പ്രകീർത്തിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചത് പരിശുദ്ധമായ ഖുർആനിലുണ്ട്. അള്ളാഹു അക്ബർ എന്നത് ഏറ്റവും മഹത്തരമായ ഔന്നിത്യ അംഗീകാരത്തിൻ്റെ പദമായി അറബികൾ പണ്ട് തൊട്ടേ അംഗീകരിച്ചു വരുന്നു. നമ്മുടെ പരാതി പറയാനും ദുരിതമകറ്റാനും അള്ളാഹുവോളം വേറെ ആരുണ്ട്? വിഷമത്തിൽ അകപ്പെട്ടവൻ്റെ വിളി കേൾക്കുവാനും ദുരിതം അകറ്റുവാനും അള്ളാഹുവല്ലാതെ മറ്റാരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. നാം നമ്മുടെ ആരാധനകളെക്കുറിച്ച് ചിന്തിക്കുക. പല ആരാധനകളും തക്ബീർ ഉൾക്കൊള്ളുന്നതായി നാം കാണുന്നുണ്ട്. വാങ്ക് ആരംഭിക്കുന്നത് തക്ബീറിലാണ്. നിസ്കാരം തുടങ്ങുന്നത് തക്ബീർ കൊണ്ടാണ്. നിസ്കാരത്തിലെ ഒട്ടുമിക്ക കർമ്മങ്ങളിലേക്കും നീങ്ങുമ്പോൾ നാം തക്ബീറാണ് ചൊല്ലുന്നത്. ഹജ്ജിലും ഉദുഹിയത്തിലും ധാരാളം തക്ബീർ നാം ആവർത്തിക്കുന്നു. യാത്രയിലെ പ്രാർത്ഥന ആരംഭിക്കുന്നത് തക്ബീർ കൊണ്ടാണ്. കാരണം യാത്രയിൽ വന്ന് ഭവിച്ചേക്കാവുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറം നമ്മുടെ രക്ഷിതാവ് കൂടെയുണ്ട് എന്നതാണ് നമ്മുടെ ഉറച്ച വിശ്വാസം. സൂറത്തുൽ അൻആമിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്: ചോദിക്കുക, ഈ വിപത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിച്ചാൽ ഞങ്ങൾ അവനോട് കൃതജ്ഞരാവുക തന്നെ ചെയ്യുമെന്ന്. ഭവ്യതയോടെയും രഹസ്യമായും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ കരയിലും കടലിലും പിടികൂടുന്ന ദുരന്തങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്നതാരാണ്? അതിലും മറ്റെല്ലാ വിപത്തുകളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അള്ളാഹുവാകുന്നു എന്ന് താങ്കൾ പറയുക. ഈ പവിത്രമായ ദിവസങ്ങളിൽ നാം ധാരാളമായി തക്ബീർ ചൊല്ലുക. അത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ദീനി അടയാളമാണ്, ചിട്ടയുടെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ബഹുമാനിക്കുന്നത് ഭയഭക്തിയുടെ ഭാഗമാണ് എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തക്ബീർ അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കും ഈ ഭൂമിയേക്കാൾ മഹത്തരമായ പ്രസ്താവനയുമാണ്. അതുകൊണ്ട് രാവിലും പകലിലും തക്ബീർ ചൊല്ലുക. തക്ബീർ ചെയ്യുന്നവന് സ്വർഗത്തിൻ്റെ സന്തോഷവാർത്ത നൽകിയിട്ടുണ്ട് എന്ന് നമ്മുടെ പ്രവാചകർ പറഞ്ഞു വച്ചിട്ടുണ്ട്. തക്ബീർ ചൊല്ലുന്ന ഏതൊരാൾക്കും സന്തോഷവാർത്ത നൽകപ്പെടുന്നു എന്നാണ് പ്രവാചകർ പറഞ്ഞത്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അത് സ്വർഗമാണോ എന്ന്. അതെ എന്നായിരുന്നു പ്രവാചകരുടെ മറുപടി. തക്ബീറിൻ്റെ പവിത്രതയെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ തക്ബീർ അധികരിപ്പിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് ജീവിതത്തെ വഴി നടത്തുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.